എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു പൊറോട്ട നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പൊറോട്ട നല്ല ക്രിസ്പി ആകാനും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകാനും വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു പൊറോട്ട ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി നിങ്ങൾക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതിയെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേക്കിംഗ് പൗഡറും സോഡയും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്, പുളിയുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ഈ തൈരും ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുമ്പോൾ ഈ ഒരു മാവ് പെട്ടെന്ന് തന്നെ പുളിച്ച് നല്ല സോഫ്റ്റായി കിട്ടും. തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൊണ്ട് നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക. ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് കട്ടിയിലും ആകരുത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ നമ്മൾ സാധാരണ പൊറോട്ട തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരുപാട് നേരം മാവ് കുഴച്ച് ആണ് നമ്മളത് സോഫ്റ്റാക്കി എടുക്കേണ്ടത്. ഇതിന് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് കുഴച്ചാൽ മതി. ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുഴക്കൽ നിർത്തിയതിന് ശേഷം നമുക്കിത് പൊറോട്ടയുടെ ബോൾസാക്കി എടുക്കാം. ബോൾസാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉരുളകളാക്കുന്ന പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ആ ഉരുളകളാക്കുന്ന സമയം ഇതൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾ ഒരു തുണി വെച്ചിട്ട് മൂടിയിടുവാണെങ്കിൽ ഓയിലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് പൊറോട്ടയൊക്കെ എടുക്കുന്നത് നോക്കാം. ഈ ഒരു മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു മാവ് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഭട്ടൂര ഉണ്ടാക്കാനായിട്ടും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരേ മാവിൽ തന്നെ നമുക്കിത് രണ്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഭട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കിയതാണ്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വന്നു. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ രീതിയിലുമാണ് നമ്മൾ ഈ ഒരു പൊറോട്ട തയ്യാറാക്കിയെടുക്കുന്നത്. ഓരോ ബോളുകളും ഇതുപോലെ എടുത്തിട്ട് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ അകത്തേക്ക് ആക്കുക. അതിനുശേഷം നല്ല സ്മൂത്തായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊടി ഉപയോഗിക്കരുത്. സ്റ്റിക്കി ആവുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇനി ഭട്ടൂരയൊക്കെ പരത്തുന്ന ആ ഒരു തിക്നെസ്സിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നും ആകരുത്, ഒരുപാട് കട്ടിയും ആകരുത്. ആ ഒരു പരുവത്തിൽ റൗണ്ടായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഭട്ടൂരയുടെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ പരത്തിയതിന് ശേഷം മാറ്റി വെക്കുക. അതിന് ശേഷം ആദ്യം നമ്മൾ പരത്തിയിട്ടത് ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മളിതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ അടിച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ റെസിപ്പി കണ്ടിട്ടുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാം. അതിൽ നമ്മൾ ഒരു ടിപ്പ് പറയുന്നുണ്ട് ഇത് അടിച്ചെടുക്കാൻ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അടിക്കാൻ പാടാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് വളരെ തിന്നായിട്ട് പരത്തി കൊടുക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് അടിക്കുന്നതാണ്, അതായത് പുളിക്കാനൊന്നും മാറ്റി വെച്ചിട്ടില്ല. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ സൈഡൊക്കെ. ഇനി നമുക്ക് ഇത് സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ചുറ്റുന്ന പോലെ ഒന്ന് ചുറ്റിയെടുക്കാം. മറ്റൊരെണ്ണം കൂടി ഞാനിതുപോലെ ഒന്ന് അടിച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഇതുപോലെ തടവി കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ഒന്ന്
ഇതുപോലെ ആ ലെയറുകൾ പോകാത്ത രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് അവസാനം വരുന്നത് ഇതിൻ്റെ അടിഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇതിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അപ്പം തന്നെ ഇത് പരത്തിയെടുക്കാവുന്നതാണ്. നമ്മളെല്ലാം ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം അപ്പം നമ്മൾ ഇനി ഇത് ദോശത്തവയിലിട്ടല്ല ഈ ഒരു പൊറോട്ട ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം പൊറോട്ട അപ്പോൾ ഇനി നമ്മളിത് ദോശത്തവയിലിട്ടല്ല ഇത് ചുട്ടെടുക്കാൻ പോകുന്നത്, നമ്മളിത് ഫ്രൈ ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഇത് ഫ്രൈ ആക്കി കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഈ ഒരു പൊറോട്ട ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. അതിനുശേഷം തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ബട്ടൂരൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഷേപ്പ് പൊറോട്ടയാണെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്, ബട്ടൂരേനെക്കാട്ടിലും നല്ല ക്രിസ്പിയും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ. അതുപോലെ ഇതിലേക്ക് നല്ല ലെയറുകളൊക്കെ ആയി നല്ലതായിട്ട് ഇത് വരികയും ചെയ്യും. ഒരുപാടങ്ങ് ബ്രൗൺ നിറം ആക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ലതായിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കാവും. നമ്മൾ ആദ്യത്തെ ഒരു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ദോശത്തവയിലിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഫ്രൈഡ് പൊറോട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫ്രൈഡ് പൊറോട്ട എന്ന് പറഞ്ഞ് ഒരു റെസിപ്പി ഉണ്ട്. ദോശത്തവയിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് അടിച്ചു കൊടുക്കുക. നല്ല ലെയറുകളായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ നല്ല ക്രിസ്പിയുമാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന പൊറോട്ടയെക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ പൊറോട്ട ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പൊറോട്ട ട്രൈ നോക്കണം. വളരെ സിമ്പിളാണ്, ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ഒരുപാട് നേരം നിന്ന് ചുട്ട് എടുക്കേണ്ട ഇതുമില്ല, പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ നല്ല ഫ്ലേക്കി ആയിട്ട് വരികയും ചെയ്യും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്